ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ? ബോഡി ഷെയ്മിങ്. അധികം ടോപ്പിക് ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ഇത് ഞാനും കൂടെ അനുഭവിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ഒരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്തത് മാത്രം. നമ്മളൊക്കെ ബോഡി ഷെയ്മിങ്ങിന്റെ പേരിൽ വിഷമിക്കുന്ന ആൾക്കാരാണോ? ഞാനോ നിങ്ങളോ വിഷമിക്കുന്ന ആൾക്കാരാണോ? എങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നു, അങ്ങനെ വിഷമിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് എന്താണ്? അത് എന്തോ ആവാം. തടി കൂടി, നന്നായി മെലിഞ്ഞു, അവൾ കറുത്തിട്ടാണ്, അവളുടെ പല്ല് പൊങ്ങി, അത് കണ്ണിങ്ങനെയാണ്, അതെല്ലാം വിടും. ബോഡി ഷെയ്മിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്തൊക്കെ അവർക്ക് ഒരു കുറവുണ്ടോ അല്ലെങ്കിൽ കൂടുതലുണ്ടോ അതെല്ലാം ബോഡി ഷെയ്മിങ്ങിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായി മെലിഞ്ഞിട്ടാണ്. അപ്പൊ എൻ്റെ അടുത്ത് തന്നെ കുറച്ച് പേര് പറയുന്നുണ്ട്, എന്താ കുട്ടിയെ നന്നായി മെലിഞ്ഞിട്ടാണല്ലോ, ഒന്ന് തടി വെച്ചൂടെ, എന്താ പിന്നെന്താ അവർ പറയുന്നത്, നിനക്ക് ചോറൊന്നും കിട്ടുന്നില്ലേ, നീ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ, നിന്റെ കെട്ടിയവനൊന്നും എനിക്കൊന്നും തരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് എനിക്ക് ഇങ്ങോട്ട് വരുന്നത്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി, രണ്ട് കുട്ടികളായി, ഡെലിവറി കഴിഞ്ഞിട്ടും തടി വെച്ചിട്ടില്ല. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണ്. ചിലവർ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടി വെക്കും, ചിലവർ അതുപോലെ തന്നെ ഇരിക്കും, ചിലവർ നന്നായി മെലിയും. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണ്. ചിലവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ ചിലവര് നന്നായി തടി വെക്കും. അതും അങ്ങനെയുണ്ട്. അത് ഓരോരുത്തരുടെ ഒരു ശരീരപ്രകൃതി. അതുപോലെ തന്നെ ചിലവര് കറുത്തിട്ടായിരിക്കും, ചിലവര് വെളുത്തിട്ടായിരിക്കും, ചിലവര് ഇരുണ്ട നിറമായിരിക്കും. ഇതൊക്കെ പറയുന്നവർക്ക് എന്തു വേണേലും പറയാം. കാരണം ഉദാഹരണം നമ്മളൊരു മൂന്നാല് കാര്യങ്ങൾ, ഒരു 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 മൂന്ന് കാര്യങ്ങൾ ചെയ്തു നിൽക്കട്ടെ. രണ്ടെണ്ണം മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ടും ഒരെണ്ണം ചെറിയൊരു നെഗറ്റീവ് പോലും മറ്റുള്ളവർക്ക് തോന്നി എന്നിരിക്കട്ടെ. അവര് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ പറയൂല, എടുത്ത് പറയൂല. വേഗം എന്താ പറയാന്നറിയോ? നെഗറ്റീവാണ് അവർ ഫസ്റ്റ് പറയുള്ളൂ. അതങ്ങനെയാണ് മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇങ്ങനെ അതായത് അവർക്ക് ആർക്കും നല്ലതൊന്നും പെട്ടെന്ന് ഇതാവൂല, ഉൾക്കൊള്ളാൻ പറ്റൂല. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയൊരു പോയിന്റ് എവിടെയെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിൽ കയറി പിടിക്കും. അതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവമേ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ ഉദാഹരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ മുമ്പത്തെ പോലെ ആയിരുന്നു നമ്മുടെ ശരീരം? അല്ല, പല ചേഞ്ചസും വരും. പ്രത്യേകിച്ച് അമ്മയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ചേഞ്ചസും വരും. അതൊരു അമ്മയാവുക എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഒരു ഭാഗ്യമുള്ളൊരു കാര്യമാണ്. അതൊക്കെ ദൈവം തരുന്ന അനുഗ്രഹമാണ്. അപ്പം നമുക്കറിയാം, ഒരു അമ്മയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഫുൾ ചേഞ്ച് ആവും, പല പല ഡിഫറൻസ് വരും, ഫുൾ ചേഞ്ച് ആവും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു അമ്മയാവാൻ തയ്യാറാവുന്നതും. ശരിയല്ലേ? ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബോഡി ഷെയ്മിങ്ങിന്റെ പേരിൽ, ഇപ്പോൾ കളറിന്റെ പേരിലോ ഇല്ലെങ്കിൽ തടി കൂടി തടി കുറഞ്ഞു ആ ഒരു പേരിൽ ആരെങ്കിലും നിങ്ങളെ കളിയാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ വിട്ടാലേ പറ്റുള്ളൂ. അതും കേട്ട് അയ്യോ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ തടി കൂടിയാലെന്ത്, കുറഞ്ഞാലെന്ത്, മറ്റുള്ളവർക്ക് എന്താ പ്രോബ്ലം? നമ്മൾ എന്താണോ, മീൻസ് നമ്മളുടെ ഇപ്പം തടി കൂടി, എൻ്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ മക്കൾക്ക് കുഴപ്പമില്ല, ഫാമിലിക്ക് കുഴപ്പമില്ല, പിന്നെ മറ്റുള്ളവർക്ക് എന്താ കുഴപ്പം? അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അതുപോലെ തന്നെയാണ് മെലിഞ്ഞു കഴിഞ്ഞാലും ഹസ്ബൻഡിനും മക്കൾക്കും ഫാമിലിക്കും കുഴപ്പമില്ല, പിന്നെ അവർക്ക് എന്താ പ്രോബ്ലം? അവർക്ക് നമ്മൾ എന്ത് ചെയ്താലും പ്രോബ്ലമാണ്. അവർക്ക് നമ്മൾ നല്ലത് ചെയ്താലും പ്രോബ്ലമാണ്, എന്ത് ചെയ്താലും പ്രോബ്ലമാണ്. അപ്പൊ അങ്ങനെ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും വിഷമിക്കരുത്. നമ്മൾ ഹെൽത്തി ആണോ എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലേ, നമ്മൾ എല്ലാം കൊണ്ട് ഹെൽത്ത് ഓക്കെ ആണോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാൻ അതാണ് ചിന്തിച്ചുകൊണ്ട് പോകുന്നത്. അവർക്ക് അവരുടെ ഒരു കാര്യം ചിന്തിച്ച് നോക്കൂ, അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടാറില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന സമയമാണ്. നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യുക ഏതാ ചെയ്യാന്ന്. പക്ഷെ മറ്റുള്ളവര് ഈ നെഗറ്റീവ്, എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, കുറച്ച് പേരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അവർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ എന്ത് നടക്കണോ എന്ന് അറിയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും അവർ എത്തി നോക്കുന്നത് എന്താണെന്ന് പറയാം, അടുത്ത വീട്ടിൽ എന്ത് നടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നടക്കണം, അവിടെ എന്തൊക്കെയാണ് ഇതാവണ കാണാൻ, അതറിയാനാണ് അതറിയാനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കുറച്ച് പേർക്ക്. അപ്പോൾ ഈ ഒരു കാറ്റഗറി മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും, അല്ലേ? അപ്പം നമ്മൾ നല്ലത് മാത്രം എടുക്കുക,
ചീത്ത അവിടെ നമ്മൾ അവിടെ വെക്കുക, അതങ്ങനെ ഒതുക്കി വെക്കുക. അല്ലാതെ അതും കേട്ടിട്ട് നമ്മളതങ്ങനെ അയ്യോ അതെന്നെ അങ്ങനെ പറഞ്ഞു, അയ്യോ എൻ്റെ കളറിൻ്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പല്ലിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞു, അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്കറിയാം എൻ്റെ ഈ ഈ രണ്ട് പല്ല് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടാണ് ഉള്ളത്, ഓപ്പണായി പറയാം, ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടാണ്. ബട്ട് അത് ഞാൻ മെലിഞ്ഞു കഴിയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും. ബട്ട് അത് ഞാൻ ഇന്നേ വരെ ഞാൻ പല്ല് കെട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് തടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആവുന്നുള്ളത് എനിക്കറിയാം. പക്ഷെ തടി വെക്കുകയോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ തടി വെക്കുന്നത് എനിക്ക് തോന്നുന്നതേ ഇല്ല. പക്ഷെ ഞാൻ ഇന്നവരെ അതൊക്കെ കെട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ്. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡിന് കുഴപ്പമില്ല, മക്കൾക്ക് കുഴപ്പമില്ല, ഫാമിലിയും പറയുന്നു അത് എൻ്റെ ആവശ്യമില്ല എന്നാണ്. ശരി, ഓക്കെ, പിന്നെ വേറെ ആർക്കാ കുഴപ്പം? വേറെ ആർക്കും കുഴപ്പമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തടി ഉള്ളവർ തന്നെ, അപ്പോൾ എൻ്റെ ഏജിലുള്ളവർ കുറേ പേര് തടി വെച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് നന്നായി തടി വെച്ചിട്ടുണ്ട്. ചിലവർ എന്നെപ്പോലെ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്നെക്കാൾ ചിലപ്പോൾ സെയിം ഏജ് ആയിരിക്കും, ചിലപ്പോൾ 1 വയസ്സ് 2 വയസ്സിന് കൂടുതലായിരിക്കും, അവർ ഭയങ്കര തടി കൂടുതലായിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ചു, അവർ നമ്മളെ കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. എന്താണെന്നറിയോ? അവൾക്ക് അസൂയ ആയത് കൊണ്ടാണ്. കാരണം നമ്മൾ മെലിഞ്ഞവർക്ക് നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. ഐ മീൻസ് മെലിഞ്ഞവരുടെ കാര്യം പറഞ്ഞു, ഏത് ഡ്രസ്സും. അപ്പോൾ അവൾ ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കും പറയുന്നത്, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മൾക്കതൊരു സമാധാനമല്ലേ. അതേസമയം നമ്മൾ ഭയങ്കരമായിട്ട് തടിയുള്ള ഒരാളാണ്, അപ്പോൾ വേറെ ഒരാളെ പറയണ എന്താ ഒരു തടി വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു വഴിയുണ്ട്. നമ്മൾക്ക് നമ്മുടെ ശരീരം തടി വെച്ച്, കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തടി വെക്കണം എന്നുള്ളത്, ഞാൻ തടി വെച്ചു. അത് കേൾക്കുമ്പോൾ അതും വേറൊരു രീതിയിൽ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമാണ്. ചിലവർ ഇക്രമുട്ടിട്ട് തടി വെക്കാതിരിക്കുന്നതായിരിക്കുമല്ലോ, ചിലവര് തടി വെക്കാൻ വേണ്ടി കുറച്ച് മെലിയണം എന്നുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണ്. നമ്മൾ തടി വെച്ചാലും തടി വെച്ചില്ലെങ്കിലും നമ്മൾ ഓക്കെ ആണോ, നമ്മൾ കംഫർട്ടാണോ, നമ്മുടെ ഫാമിലി ഓക്കെ ആണോ, നമ്മുടെ ഹസ്ബൻഡ് ഓക്കെ ആണോ, നമുക്ക് പിന്നെ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ അവർക്ക് കുഴപ്പം അതൊന്നും, ഇതൊക്കെ ഒരു ചെവി കൊടുക്കട്ടെ മറു ചെവി കൊടുക്കട്ടെ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്ന ഒരു ചേഞ്ചസ് ആണ്. നമ്മൾ വേണം വെച്ചിട്ട് അങ്ങനെ തടി വെക്കുന്നതല്ല, നമ്മൾ വേണം വെച്ചിട്ട് തടി കുറയ്ക്കുന്നതുമല്ല. നമ്മൾ ചിലവർ പച്ചവെള്ളം കുടിച്ചാൽ കൂടി തടി വെക്കുന്ന ആൾക്കാരാണ്, ചിലവർ എന്ത് കഴിച്ചാലും തടി വെക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ ശരീര പ്രകൃതിയാണ്. ഓക്കെ. പിന്നെ കളറിൻ്റെ കാര്യമാണെന്നുകൊണ്ട് അതൊക്കെ ദൈവം, എന്തായാലും ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. കളറിലൊന്നും കാര്യമില്ല. അപ്പോൾ എത്ര ചന്തം ഉണ്ടായാലും എത്ര കളർ ഇതായാലും മനസ്സ് ശരിയല്ലെങ്കിൽ പോയില്ലേ, എല്ലാം പോയി. മനസ്സ് ശരിയില്ലെങ്കിൽ എല്ലാം പോയി. വളരെ ചന്തം ഉണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. മനസ്സ് ശരിയല്ലെങ്കിൽ എല്ലാം പോയി. ഞാൻ പറയുന്നത് എത്ര പേർക്ക് ശരിയാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ ഇനി മുതൽ ആരും വിഷമിക്കണ്ട. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരേക്കും ബൈ, ലവ് യു ഓൾ.